1919 ഒരു കുടിപ്പള്ളിക്കൂടം കുമളിയിൽ ഉണ്ടായിരുന്നതായാണ് പഴമക്കാർ പറയുന്നത്. കുമളിയുടെ വടക്കേ അറ്റത്ത് ചൗക്ക എന്ന സ്ഥലത്ത് ആങ്കൂർ മുതലാളിമാർ എന്നറിയപ്പെടുന്ന 4 പേരുടെ ശ്രമത്താൽ അസീസ് മുതലാളിയുടെ സ്ഥലത്തായിരുന്നു ഇന്ന് ഏകാധ്യാപക സ്കൂൾ എന്നറിയപ്പെടുന്ന ആശാൻ പള്ളിക്കൂടമായി കുമളി സ്കൂൾ തുടക്കമാവുന്നത്. പിന്നീട് 1924 തേക്കടിക്കവലിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂളിന് 1925 സർക്കാർ അംഗീകാരം ലഭിക്കുകയായിരുന്നു. 4ാം ക്ലാസ് വരെ പഠനമുണ്ടായിരുന്ന സ്കൂളിൽ ജോൺ സാർ, നാരായണൻ, ചാക്കോ എന്നിവരായിരുന്നു അധ്യാപകർ. 1924 മുതൽ 1949 വരെയാണ് സ്കൂൾ തേക്കടിക്കവലിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇവിടെ 4 വരെ പഠിച്ചവർക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് 7ാം ക്ലാസ് വരെയുള്ള പീരുമേട് സ്കൂളിലോ ജില്ലയ്ക്ക് പുറത്തുള്ള കാഞ്ഞിരപ്പള്ളിയിലോ കോട്ടയത്തോ പോകേണ്ടി വന്നിരുന്നതിനാൽ പ്രദേശവാസികളുടെ അക്കാലത്തെ വിദ്യാഭ്യാസം 4ാം ക്ലാസ്സിൽ ഒതുങ്ങുകയായിരുന്നു. ഇന്ന് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് കുറച്ച് ആളുകളിൽ നിന്നും നിർബന്ധിതമായി കുടിയിറക്കിയാണ് ഇന്ന് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന 5.5 ഏക്കർ സ്ഥലത്ത് സ്കൂൾ ആരംഭിക്കുന്നത്. പിന്നീട് ഈ സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠനം ആരംഭിക്കുകയും തുടർ പഠനത്തിന് ആശ്രയിച്ചിരുന്നത് ഹൈറേഞ്ചിന്റെ ആദ്യകാല സ്കൂളായ മുരിക്കടി സ്കൂളിനെയുമായിരുന്നു. 1971-72 കാലഘട്ടത്തിലായിരുന്നു കുമളി സ്കൂളിൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഈ കാലയളവിലാണ് കുമളി സ്കൂളിൽ നിന്നും ആദ്യ 10ാം ക്ലാസ് ബാച്ച് പഠിച്ചിറങ്ങുന്നത്. 1960കളിലെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളെക്കുറിച്ച് അധ്യാപകനായ VS ഷംസുദ്ദീൻ സാർ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. താമസിച്ച് വരുന്ന കുട്ടികളെ ഞാൻ കർശനമായിട്ട് ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു, സാറിനെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ 8ാം മൈൽ മുറ്റടി തുടങ്ങിയ സ്ഥലം ആണ്. അവിടേക്ക് എന്നെ അവർ ക്ഷണിച്ചു കൊണ്ടുപോയി. ഇതിനാണെന്നൊന്നും വിചാരിച്ചില്ല. അവരെന്തിനാണെന്നൊന്നും പറഞ്ഞില്ല. സാർ ഞങ്ങളുടെ വീടൊന്ന് കാണാൻ, ഞങ്ങളുടെ വല്യമ്മച്ചിക്ക് കാണേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയത്. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഈ കുട്ടികൾക്ക് വരുവാൻ ഒരൊറ്റ ബസ്സില്ല. സ്കൂൾ സമയത്ത് തിരിച്ച് സ്കൂളിൽ വിട്ടു പോകുമ്പോഴും ഒറ്റ ബസ്സില്ല. അപ്പോൾ ഇവർ 10-24 കിലോമീറ്റർ നടന്നു വന്നിട്ട് നടന്ന് തിരികെ പോകുന്ന കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടികളുടെ സ്നേഹമല്ല, ബഹുമാനമാണ് വസിക്കുന്നത്. പിന്നീട് 1977 കാലഘട്ടത്തിലാണ് കുമളി സ്കൂളിൽ തമിഴ് മീഡിയം ആരംഭിക്കുന്നത്. പ്രദേശവാസികൾക്ക് തമിഴ് വിദ്യാഭ്യാസത്തിനായി കുമളിക്ക് സമീപം ലോവർ ക്യാമ്പ്, ഗൂഡല്ലൂർ, കമ്പം എന്നിവിടങ്ങളിൽ എത്തേണ്ടിയിരുന്നതിനാലായിരുന്നു കുമളി സ്കൂളിൽ തമിഴ് മീഡിയം ആരംഭിക്കുന്നത്. കുമളി സ്കൂളിൽ 8 മുതൽ 10 വരെ അധികമായി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതിനാൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. കൂടാതെ ക്ലാസ് മുറിയുടെ അഭാവം മൂലം മരച്ചുവട്ടിൽ വെച്ച് വരെ പഠിപ്പിച്ചിരുന്ന കാലഘട്ടം പഴയ വിദ്യാർത്ഥികൾ ഓർമ്മിക്കുന്നു. ഈ കാലയളവിൽ 4500ഓളം വിദ്യാർത്ഥികൾ കുമളി സ്കൂളിൽ പഠനം നടത്തിയിരുന്നതായാണ് കണക്കുകൾ. 1980 കാലഘട്ടത്തിലാണ് കുമളി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പിന്നീട് ഇവിടെ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ആരംഭിച്ചതോടെയുമാണ് കുമളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് TTI സ്കൂളായി മാറിയത്. പിത്തളമണിയുടെ നാദത്തിൽ നിന്നും ഇലക്ട്രോണിക് ബെൽ നാദത്തിലേക്ക് കാതോർക്കുന്ന ഈ കാലഘട്ടത്തിൽ കുമളി സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്നും പുരോഗതിയുടെ പാതയിലാണ്. 2024 ഓഗസ്റ്റിൽ 100ാം വർഷത്തിലേക്ക് കടക്കുന്ന കുമളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് TTI സ്കൂളിന്റെ 100ാം വാർഷികം നാടിന്റെ ആഘോഷമാക്കി മാറ്റുവാൻ ഒരുങ്ങുകയാണ് കുമളി ഗ്രാമപഞ്ചായത്തും സ്കൂൾ അധികൃതരും ഒപ്പം നാട്ടുകാരും. VR വിജയൻ, ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏറ്റവും ഗുണവും സ്വാദും മണവുമുള്ള ഏലക്ക എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഇടുക്കിയിലെ വണ്ടൻമേട്ടിൽ. ഇതേ വണ്ടൻമേട്ടിൽ മികച്ചതായി മറ്റൊന്നുകൂടിയുണ്ട്, ഹോളി ക്രോസ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി.
അഫിലേറ്റഡ് ബൈ MG യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ AICT ആൻഡ് റെക്കഗ്നൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ പഠനം കഴിഞ്ഞല്ല, പഠനത്തോടൊപ്പം തന്നെ ജോലി.